എന്താണ് ലെക്സ് ലോക്കി റിപ്പോർട്ട്? അതല്ലെങ്കിൽ മാഗ്ന കാർട്ട ഓഫ് ഇന്ത്യൻ പീപ്പിൾ അല്ലെങ്കിൽ ഇന്ത്യൻ ജനതയുടെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്ന ഡോക്യുമെന്റ് എന്താണ്? ഇത്തരത്തിൽ പല ചോദ്യങ്ങളും PSC പല പ്രാവശ്യം ആവർത്തിച്ച് ചോദിച്ചിട്ടുള്ളതാണ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന യൂണിഫോം സിവിൽ കോഡ് എന്ന് പറയുന്ന ഈ ഒരു മേഖലയുമായി ബന്ധപ്പെട്ട് അത്തരം ചോദ്യങ്ങളും നമ്മൾ ചർച്ച ചെയ്യും. ഇതുമായി ആ ചോദ്യങ്ങൾക്ക് ലിങ്ക് ഉണ്ട്. ഇപ്പം ന്യൂസിൽ ഏറ്റവും കത്തി നിൽക്കുന്ന ഒരു ടോപ്പിക്കാണല്ലേ യൂണിഫോം സിവിൽ കോഡ്. ഉത്തരാഖണ്ഡിൽ യൂണിഫോം സിവിൽ കോഡ് വന്നിരിക്കുന്നു. ഇന്ത്യയിൽ മുഴുവൻ ഈ ഏകീകൃത യൂണിഫോം സിവിൽ കോഡ് ഇംപ്ലിമെന്റ് ചെയ്യാൻ പോവുകയാണെന്നുള്ള വാർത്ത വരുന്നു. നമ്മുടെ വൈസ് പ്രസിഡന്റ് ജഗദീപ് ധൻകർ വരെ അതിനെപ്പറ്റി സംസാരിക്കുന്നു. സോ ഈ ഒരു കോണ്ടെക്സ്റ്റിൽ നമുക്ക് ഇനി വരാൻ പോകുന്ന ഡിഗ്രി ലെവൽ, +2, 10th ലെവൽ പരീക്ഷകൾക്ക് റാങ്ക് മേക്കിംഗ് ആകാൻ പോകുന്ന ഒരു മേഖലയാണിത്. ഇത് ഓൾറെഡി നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷനിൽ പഠിക്കുന്നതാണ്. DPSP മാർഗനിർദ്ദേശക തത്വങ്ങൾ എന്നൊരു സെക്ഷനിൽ പഠിക്കുന്നതാണ്. ആ ടോപ്പിക്ക് ഇപ്പോൾ കറണ്ട് അഫയേഴ്സിലും കത്തി നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇവിടുന്ന് ചോദ്യങ്ങൾ വരാനുള്ള പ്രോബിലിറ്റി വളരെ ഹൈ ആണ്. ഇന്നത്തെ ക്ലാസ് നോട്ട്സ് റിസർച്ച് ചെയ്ത് മൾട്ടി ഡയമെൻഷനായി തയ്യാറാക്കിയിട്ടുള്ളതാണ്. കോൺസ്റ്റിറ്റ്യൂഷണൽ പെർസ്പെക്റ്റീവും ഹിസ്റ്റോറിക്കൽ ഡയമെൻഷനും ഒക്കെ കവർ ചെയ്തിട്ടുണ്ട്. പുതിയ ഡിഗ്രി ലെവൽ പരീക്ഷകൾ ക്രാക്ക് ചെയ്യാൻ ആ ഒരു അപ്രോച്ച് നിങ്ങളെ വളരെയധികം ഹെൽപ്പ് ചെയ്യും. ഇന്നത്തെ ക്ലാസ് നോട്ട് നമ്മുടെ ടെലിഗ്രാം ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇത് ഡൗൺലോഡ് ചെയ്ത് പ്രിന്റ് എടുത്ത് തന്നെ പഠിക്കുക. എന്തായാലും വളരെ സമഗ്രമായിട്ടുള്ള രീതിയിലാണ് നോട്ട്സ് പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. നമുക്ക് നേരെ നമ്മുടെ ടോപ്പിക്കിലേക്ക് പോവാം. ഏകീകൃത സിവിൽ കോഡ്. നമ്മൾ ഒരു ടോപ്പിക് പഠിക്കുമ്പോൾ ആ ടോപ്പിക്കിന് ഭരണഘടനാപരമായിട്ടുള്ള ചില മാനദണ്ഡങ്ങൾ കാണും, അല്ലെങ്കിൽ ചരിത്രപരമായിട്ടുള്ള മാനങ്ങൾ, അതുപോലെ ജോഗ്രഫിക്കൽ അല്ലെങ്കിൽ ഭൂമിശാസ്ത്രപരമായിട്ടുള്ള മാനങ്ങൾ കാണും. അതുകൊണ്ട് തന്നെ ഒരൊറ്റ സബ്ജക്റ്റായി പഠിക്കാതെ പല സബ്ജക്റ്റുകളെ എടുത്ത് വെച്ച് ഒരു ടോപ്പിക്കിനെ അനലൈസ് ചെയ്യുമ്പോൾ ഒരു വെടിക്ക് 3-4 പക്ഷികൾ നമുക്ക് കിട്ടും. അതുകൊണ്ട് തന്നെ എന്താണ് യൂണിഫോം സിവിൽ കോഡ് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്യാം. യൂണിഫോമായ സിവിൽ കോഡ് അല്ല, ഏകീകൃതമായിട്ടുള്ള സിവിൽ കോഡ്. സിവിൽ കോഡ് അതിനർത്ഥം എന്താണ്? ക്രിമിനൽ കോഡ് എന്താ നമുക്കറിയാം അല്ലെ. ഇന്ത്യൻ പീനൽ കോഡൊക്കെ ഉണ്ട്, അതിപ്പോ മാറിയ ഭാരതീയ ന്യായ സംഹിത ആയിട്ടുണ്ട്. സിവിൽ കോഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രിമിനൽ അല്ലാത്ത, ഉദാഹരണം മാരേജ്, ഡിവോഴ്സ്, അഡോപ്ഷൻ, ദത്തവകാശം ഉണ്ടല്ലോ, അതുപോലെ തന്നെ ഇൻഹെറിറ്റൻസ്, സക്സഷൻ, ഇതിനെയൊക്കെ ഡീൽ ചെയ്യുന്ന സംഹിതകൾ, കോഡുകളാണ് യൂണിഫോം സിവിൽ കോഡ് എന്ന് പറയുന്നത്. നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചറിയാം, ഇന്ത്യയിൽ കല്യാണം കഴിക്കാനായിട്ട് ഒരൊറ്റ നിയമമാണോ ഉള്ളത്? അല്ല. ഹിന്ദുക്കൾക്ക് ഹിന്ദു മാരേജ് ആക്ട് ഉണ്ട്, ക്രിസ്ത്യൻസിന് വേറെ നിയമമുണ്ട്, മുസ്ലിങ്ങൾക്ക് വേറെ നിയമമുണ്ട്, ഇതിനൊക്കെ മുകളിലായി സ്പെഷ്യൽ മാരേജസ് ആക്ട് ഉണ്ട്. അപ്പൊ കല്യാണം കഴിക്കാൻ തന്നെ പല ആക്ടുകൾ നിലവിലുണ്ട്. അതിനർത്ഥം ഇന്ത്യയിൽ നിലവിൽ ഏകീകൃത സിവിൽ കോഡ് അല്ല ഉള്ളത്, റിലീജിയസ് സിവിൽ കോഡ്, ഓരോ മതത്തിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള സിവിൽ കോഡുകളാണുള്ളത്. അപ്പം എവിടെയാണ് ഏകീകൃത സിവിൽ കോഡിനെ പറ്റി പരാമർശം? ഇന്ന് ഇന്ത്യയിൽ നിലവിലില്ല സംഭവം. ഗോവയിലെ ഒരു സംസ്ഥാനത്തുണ്ട്, ഇന്ത്യയിൽ മൊത്തത്തിലുള്ള കേസാണ് ഞാൻ പറയുന്നത്. ഇപ്പൊ ഉത്തരാഖണ്ഡിലുണ്ട്. പക്ഷെ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ ഏകീകൃത സിവിൽ കോഡ് ഇല്ല. ഇപ്പൊ ഹിന്ദുക്കളുടെ ഒരു ഇൻഹെറിറ്റൻസ്, കുടുംബസ്വത്ത് വീതം വയ്ക്കുന്ന നിയമത്തിലല്ല മുസ്ലിങ്ങൾക്കും ക്രിസ്ത്യാനികൾക്കും ജൈനന്മാർക്കും വീതം വെപ്പ് നടക്കുന്നത്. ഡിഫറെന്റ് ആണ്. ജൈനമതം ഹിന്ദുമതത്തിന്റെ ഇതായിട്ടുള്ള ഇന്റർപ്രിട്ടേഷൻ ഉണ്ട്, തൽക്കാലം അത് പഠിക്കട്ടെ. ഡിഫറെന്റ് ആണ്. പക്ഷെ എവിടെയാണ് ഇതിനെപ്പറ്റി പരാമർശം നടത്തുന്നത്? ഇത് ഇന്ത്യയിലെ ഭരണഘടനയുടെ ഉള്ളിലുള്ള മാർഗനിർദ്ദേശക തത്വങ്ങൾ എന്ന് പറയുക അല്ലെ, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി. അവിടെ ആർട്ടിക്കിൾ 44 യൂണിഫോം സിവിൽ കോഡിനെ പറ്റി പരാമർശം നടത്തുന്നത്. 44 യൂണിഫോം ആയിട്ടിരിക്കുന്ന 2 സംഖ്യകളല്ലേ, 4 യൂണിഫോം അല്ലേ? ഈ ഭരണഘടനയിൽ മാർഗനിർദ്ദേശക തത്വങ്ങൾ ഇതിനെപ്പറ്റി പരാമർശിക്കുന്നുണ്ട്. പിന്നെ എന്തുകൊണ്ടാണ് നമ്മൾ ഇത്രയും കാലം ഇംപ്ലിമെന്റ് ചെയ്തിരുന്നത്? മാർഗനിർദ്ദേശക തത്വങ്ങൾ മീൻസ് നിർദ്ദേശം മാത്രമേ ഉള്ളൂ, കുറച്ച് ഉപദേശങ്ങളാണ്. ഒരു രാഷ്ട്രം ഭരിക്കുമ്പോൾ എങ്ങനെ രാഷ്ട്രത്തിനെ ഭരിക്കണമെന്നുള്ള ചില ഉപദേശങ്ങൾ, മാർഗനിർദ്ദേശങ്ങൾ മാത്രമാണ് കൊടുക്കുന്നത്. ഇത് ഇംപ്ലിമെന്റ് ചെയ്യണോ വേണ്ടയോ എന്നുള്ളത് പാർലമെന്റ് അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ തീരുമാനമാണ്. ഇന്നേ വരെ ഇത് ഇംപ്ലിമെന്റ് ചെയ്യാൻ, പുതിയതായി ഇംപ്ലിമെന്റ് ചെയ്യാനുള്ള ശ്രമം നടത്തിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പോൾ ഉത്തരാഖണ്ഡില്, ഇൻഡിപെൻഡന്റ് ഉത്തരാഖണ്ഡില് ഇത് അനുസരിച്ച് ആ സംസ്ഥാനത്ത് എന്ത് കൊണ്ടുവന്നിട്ടുണ്ട്? ഏകീകൃത സിവിൽ കോഡുകൾ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ ഇവിടെ പല പ്രാവശ്യം PSC ചോദിച്ചിട്ടുള്ളതാണ് ആർട്ടിക്കിൾ 44 എന്താണെന്നുള്ളത്. ഇനി ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യം എന്താണെന്നറിയോ? ആർട്ടിക്കിൾ 44 മാർഗനിർദ്ദേശക തത്വത്തിലുള്ള അനുച്ഛേദം 44, അത് എന്ത് തരത്തിലുള്ള മാർഗനിർദ്ദേശക തത്വമാണ്, ഏത് ടൈപ്പ് ഓഫ് DPSP ആണെന്ന് ചോദിക്കും. അതായത് DPSPകളെ തന്നെ നമ്മൾ പല രീതിയിൽ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ഗാന്ധിയൻ DPSP ഉണ്ട്, ലിബറൽ ഇന്റലക്ച്വൽ പോളിസീസ് ഉണ്ട്, സോഷ്യലിസ്റ്റിക് DPSP ഉണ്ട്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കുക, ഈ ആർട്ടിക്കിൾ 44 എന്ന് പറയുന്നത് ലിബറൽ ഇന്റലക്ച്വൽ പ്രിൻസിപ്പിൾ എന്ന് പറയുന്ന ക്ലാസിഫിക്കേഷൻ വകഭേദത്തിൽ വരുന്നതാണ്.
ശ്രദ്ധിച്ചോണേ, ഭരണഘടനയിൽ എവിടെയും ഇങ്ങനെ ക്ലാസിഫിക്കേഷനെ പറ്റി പറയുന്നില്ല. ഇത് DPSP പഠിക്കാനുള്ള സൗകര്യത്തിന് അക്കാഡമീഷ്യൻസ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ നിയമവിദഗ്ധർ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ക്ലാസിഫിക്കേഷൻ മാത്രമാണ്. ഭരണഘടനയിൽ ലിബറൽ ഇന്റലക്ച്വൽ പ്രിൻസിപ്പിൾ ഒന്നും പറയുന്നില്ല. നമ്മൾ ഭയങ്കര ഇല്ലോജിക്കൽ ആയിട്ടാണ് DPSPs അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, അടുക്കൻ ചിട്ടയോട് കൂടി ഒന്ന് അറേഞ്ച് ചെയ്ത് വേറൊരു പുസ്തകത്തിൽ എഴുതി വെച്ചിട്ട് അതിനകത്ത് ഈ ക്ലാസിഫിക്കേഷൻ ഉണ്ട്. ഭരണഘടനയിൽ എവിടെ ഇതിനെപ്പറ്റി പറയുന്നില്ല. പക്ഷെ ഏത് ക്ലാസിഫിക്കേഷൻ ആണെന്ന് ചോദിച്ചാൽ ലിബറൽ ഇന്റലക്ച്വൽ പ്രിൻസിപ്പിൾ എന്നുള്ളത് ഓർത്തിരുന്നാൽ മതി. അപ്പോൾ ഇതാണ് ആർട്ടിക്കിൾ 44ന്റെ ക്രക്സ്. ഞാൻ ഓൾറെഡി പറഞ്ഞു, ആർട്ടിക്കിൾ 44 മാർഗനിർദ്ദേശക തത്വമാണ്. അതുകൊണ്ട് തന്നെ അത് നിയമപരമായി എൻഫോഴ്സ് ചെയ്യാൻ ഒക്കത്തില്ല. അയ്യോ എന്റെ DPSP പോയേ, അയ്യോ എന്റെ DPSP പോയി, കോടതി പോകാൻ ഒക്കത്തില്ല. പക്ഷെ മൗലിക അവകാശം അങ്ങനെയല്ല കേട്ടോ. നിങ്ങളുടെ മൗലിക അവകാശം ലംഘിക്കപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് കോടതി പോകാം. സുപ്രീം കോടതിയിൽ നേരിട്ട് വേണമെങ്കിലും പോവാം, അപ്പീൽ വഴി അല്ലാതെ. പക്ഷേ മാർഗനിർദ്ദേശക തത്വങ്ങളാണ് ലംഘിക്കപ്പെടുന്നതെങ്കിൽ അയ്യോ എന്റെ മാർഗനിർദ്ദേശക തത്വം പോയെന്ന് പറഞ്ഞാൽ കോടതി പോകാൻ ഒക്കത്തില്ല. ഇതിനെ പിന്തുണയ്ക്കുന്ന ഒരു നിയമം ഉണ്ടാവണം. ആ നിയമം ഉണ്ടെങ്കിൽ നിയമത്തിന് വരെ കോടതിയിൽ പോവാം. മനസ്സിലായല്ലോ? ഉദാഹരണത്തിന് മറ്റൊരു മാർഗനിർദ്ദേശക തത്വമാണ് സ്ത്രീക്കും പുരുഷനും തുല്യവേതനം. അതിന് നിയമമുണ്ട്, ഈക്വൽ റെമ്യൂണറേഷൻസ് ആക്ട് ഉണ്ട്. നിങ്ങൾക്ക് തുല്യവേതനം കിട്ടിയില്ലെങ്കിൽ ആ നിയമം ലംഘിക്കപ്പെട്ടു എന്ന് പറഞ്ഞ കോടതിയിൽ പോകാം. അല്ലാതെ എന്റെ DPSP പോയെന്ന് പറഞ്ഞ കോടതി പോകാൻ ഒക്കത്തില്ല. ബിക്കോസ് ഇത് ലീഗലി എൻഫോഴ്സിബിൾ അല്ല. മനസ്സിലായല്ലോ? അപ്പൊ അതാണ് അതിന്റെ ഒരു കോണ്ടെക്സ്റ്റ്. ഇവിടെ നമുക്ക് വരാൻ സാധ്യതയുള്ള മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യം ഇന്ത്യയിലെ കോമൺ ക്രിമിനൽ കോഡ് എന്താന്നുള്ളതാണ്. ഞാൻ ഓൾറെഡി പറഞ്ഞു, ഇപ്പം ഒരാളെ തല്ലിക്കൊന്നു കഴിഞ്ഞാൽ അവന്റെ മതം നോക്കിയിട്ടല്ല അവനെ ശിക്ഷിക്കുന്നത്. എല്ലാവർക്കും ഒറ്റ ശിക്ഷയുള്ളൂ, അല്ലെങ്കിൽ നിയമത്തിലെ വേരിയേഷൻ അനുസരിച്ചുള്ളത്. ഇന്ത്യയിൽ ക്രിമിനൽ കോഡുകൾ ഏകീകൃതമാണ്. ഇന്ത്യയിൽ ഒറ്റ ക്രിമിനൽ കോഡേ ഉള്ളൂ, അതാണ് ഇന്ത്യൻ പീനൽ കോഡ്. ഇന്ന് ഇത് ഭാരതീയ ന്യായ സംഹിത BNS എന്നൊക്കെ പറയും. അപ്പൊ ക്രിമിനൽ കോഡ് പണ്ട് തൊട്ടേ നമ്മൾ ഏകീകരിച്ചു കഴിഞ്ഞു. കൊലപാതകം അല്ലെങ്കിൽ കൊള്ള അല്ലെങ്കിൽ തെഫ്റ്റ് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ക്രിമിനൽ നിയമങ്ങളെല്ലാം, അല്ലെങ്കിൽ റേപ്പ് അല്ലെങ്കിൽ ഇത് പണ്ടത്തെ ക്രിമിനൽ നിയമങ്ങളെല്ലാം എന്താണ്, എല്ലാവരും ഒറ്റ ശിക്ഷയുള്ളൂ. പക്ഷെ സിവിൽ നിയമങ്ങൾ വ്യത്യസ്തമാണ് എന്നുള്ളത് അറിഞ്ഞിരിക്കുക. ഓക്കെ, അപ്പൊ ക്രിമിനൽ നിയമങ്ങൾ ഇന്ത്യയിൽ ഏകീകൃതമാണ്, ഇന്ത്യൻ പീനൽ കോഡാണ്. പക്ഷേ സുപ്രീം കോടതി പറഞ്ഞൊരു കാര്യമുണ്ട്. ഇന്ത്യയിൽ ഇന്ന് 2 സംസ്ഥാനങ്ങളിൽ യൂണിഫോം സിവിൽ കോഡ് ഉണ്ട്. ഗോവയിലുണ്ട്, ഉത്തരാഖണ്ഡിലുണ്ട്. സുപ്രീം കോടതി പണ്ടുതൊട്ടേ പറഞ്ഞൊരു കാര്യമാണ്, ഗോവയിലെ സിവിൽ കോഡ് കണ്ട് പഠിക്കണം. എന്തുകൊണ്ട് മറ്റ് സംസ്ഥാനങ്ങൾക്ക് ഇതുപോലെ സിവിൽ കോഡ് ഇംപ്ലിമെന്റ് ചെയ്തുകൂടാ? കാര്യം ഗോവയിൽ സിവിൽ കോഡ് യൂണിഫോം സിവിൽ കോഡാണ്. അവിടെ എല്ലാ മതസ്ഥർക്കും ഒറ്റ സിവിൽ നിയമമേ ഉള്ളൂ. കാര്യം ഗോവ പണ്ട് ഭരിച്ചിരുന്നത് പോർച്ചുഗീസുകാരാണ്, ബ്രിട്ടീഷുകാരല്ല. അതുകൊണ്ട് അവിടെ എല്ലാവർക്കും ഏകീകൃത സിവിൽ നിയമമാണ് കൊണ്ടുവന്നിരുന്നത്. ഇതിനുശേഷം നമുക്കിനി വരാൻ പോകുന്ന ചോദ്യം കുറച്ച് പ്രശ്നമുള്ളതാണ്, ഒന്ന് ശ്രദ്ധിക്കുക. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ സമയത്ത് അല്ലെങ്കിൽ ഇൻഡിപെൻഡന്റ് ഇന്ത്യയിൽ ഏകീകൃത സിവിൽ നിയമം കൊണ്ടുവന്നിട്ടുള്ള ആദ്യ സംസ്ഥാനം ഗോവയാണ്. പോർച്ചുഗീസുകാരുടെയും സ്വാതന്ത്ര്യം കിട്ടി ഗോവയാണ്. പക്ഷേ ഈ ഇൻഡിപെൻഡന്റ് ഇന്ത്യയിൽ, അതായത് ഗോവയ്ക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷമാണ്, ഓപ്പറേഷൻ വിജയ്. അതുകൊണ്ട് തന്നെ ഇൻഡിപെൻഡന്റ് ഇന്ത്യയിൽ സ്വതന്ത്രമായി ഒരു യൂണിഫോം സിവിൽ കോഡ് എവിടെയാണ് സ്ഥാപിക്കപ്പെട്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഉത്തരാഖണ്ഡിലാണ്. ജനുവരി 27, 2025. കാര്യം ഗോവ പോർച്ചുഗീസ് കോളനി ആയിരുന്നപ്പോഴും അതിനുശേഷവും അവിടെ യൂണിഫോം സിവിൽ കോഡ് ഉണ്ട്. അപ്പൊ ഇൻഡിപെൻഡന്റ് ഇന്ത്യയിലെ ആദ്യത്തെ സിവിൽ കോഡ് എന്ന് പറയാൻ ഒക്കത്തില്ല. ഇൻഡിപെൻഡൻസിന് മുമ്പും അവിടെ സിവിൽ കോഡ് തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ ഏകീകൃത സിവിൽ കോഡ് എവിടെ വന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒറ്റ ഉത്തരവേ ഉള്ളൂ, ഇത് ഉത്തരാഖണ്ഡിലാണ്. ഒരു ടെക്നിക്കൽ ഡിഫറൻസ് നിങ്ങൾ മനസ്സിലാക്കണം. ഇന്ത്യയിലെ ആദ്യ സിവിൽ കോഡ് എവിടെയായിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ ഗോവയാണ്. സ്വതന്ത്ര ഇന്ത്യയിൽ എവിടെയായിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ അത് ഈ പറഞ്ഞ പോലെ ഉത്തരാഖണ്ഡ് became the first state in independent India to implement uniform civil code. ഇതാണ് അതിന്റെ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. അത് കുറെ കൂടെ സേഫ് ആണ്. ഉത്തരാഖണ്ഡ് is the first Indian state to implement uniform civil code, അല്ലേ? യെസ്. ഇനി നമുക്ക് ഉത്തരാഖണ്ഡിലെ യൂണിഫോം സിവിൽ കോഡിന് അടുത്തൊന്ന് പരിചയപ്പെടാം. വളരെ രസകരമായിട്ടുള്ള പ്രോഗ്രസീവായ പല കാര്യങ്ങളും അതിനകത്തുണ്ട്. അതിനു മുമ്പ് ഉത്തരാഖണ്ഡിലെ ചീഫ് മിനിസ്റ്റർ നോക്കി വെച്ചോണേ, പുഷ്കർ സിംഗ് ധാംനി. ഇദ്ദേഹമാണ് ഉത്തരാഖണ്ഡ് ചീഫ് മിനിസ്റ്റർ, പുഷ്കർ സിംഗ് ധാംനി. ഓക്കെ, നമുക്ക് ഉത്തരാഖണ്ഡിലെ യൂണിഫോം സിവിൽ കോഡ് ഒന്ന് അടുത്ത് പരിചയപ്പെടാം. ഇത് ഉത്തരാഖണ്ഡിലെ നിയമം അനുസരിച്ചിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ പറയാം. ബിക്കോസ് ഇവിടെ നിന്നാണ് സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ചോദ്യങ്ങൾ വരാൻ പോകുന്നത്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്തായിരിക്കും അറിയോ? ചോദ്യം വരുന്നത്, യൂണിഫോം സിവിൽ കോഡ് ഈസ് ആപ്ലിക്കബിൾ ഫോർ ഓൾ പീപ്പിൾ ഇൻ ഉത്തരാഖണ്ഡ്. ഉത്തരാഖണ്ഡിലെ എല്ലാ ജനതയ്ക്കും യൂണിഫോം സിവിൽ കോഡ് ആപ്ലിക്കബിൾ ആണ് എന്നൊരു പ്രസ്താവന വന്നു കഴിഞ്ഞാൽ അത് തെറ്റാണ്.
എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സിവിൽ കോഡിൽ നമ്മൾ ഷെഡ്യൂൾഡ് ട്രൈബ്സ് അല്ലെ ആദിവാസി വിഭാഗത്തെ ഒഴിവാക്കിയിട്ടുണ്ട്. യൂണിഫോം സിവിൽ കോഡ് ഉത്തരാഖണ്ഡിൽ താമസിക്കുന്ന എല്ലാവർക്കും ആപ്ലിക്കബിൾ, റെസിഡൻസിന് എല്ലാവർക്കും ആപ്ലിക്കബിൾ ആണ്, എക്സെപ്റ്റ് ആദിവാസി വിഭാഗം, ഷെഡ്യൂൾഡ് ട്രൈബ് ആൻഡ് സർട്ടൺ പ്രൊട്ടക്റ്റഡ് ഗ്രൂപ്പ്. ചില സംരക്ഷിത ആൾക്കാരുണ്ട്, അവർക്കും ഷെഡ്യൂൾഡ് ട്രൈബ്സിനും ഒഴിച്ച് ബാക്കി എല്ലാവർക്കും ഇത് ആപ്ലിക്കബിൾ ആണ്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇവിടെ ഇതിന്റെ ഏറ്റവും ഹൈലൈറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും യൂണിഫോം ആയ ഒരു മാരേജബിൾ ഏജ് ഫിക്സ് ചെയ്തു. പുരുഷനാണെങ്കിൽ അവനിപ്പോ ഏത് മതത്തിലെ ആണെങ്കിൽ 21 വയസ്സാണ്, സ്ത്രീക്കാണെങ്കിൽ അവൾ ഏത് മതത്തിലെ ആണെങ്കിൽ 18 വയസ്സാണ്. ഇതാണ് മിനിമം മാരേജബിൾ ഏജ് എന്ന് പറയുന്നത്. ഇതിന്റെ ഗുണം ശൈശവ വിവാഹം കംപ്ലീറ്റ്ലി ഒഴിവാക്കാൻ സാധിക്കും. അതിനോടൊപ്പം പലതരത്തിലുള്ള അനാചാരങ്ങൾ ഇവിടെ അബോളിഷ് ചെയ്തിട്ടുണ്ട്. അതായത് പോളിഗമി, ഇപ്പം ഹിന്ദു, മുസ്ലിം അല്ലെങ്കിൽ ക്രിസ്ത്യൻ, ഏത് മതത്തിലാണെങ്കിലും സ്ത്രീകൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബഹുഭാര്യാത്വമാണ്. ഒരു പുരുഷന് ഒന്നിൽ കൂടുതൽ സ്ത്രീകളെ കല്യാണം കഴിക്കാൻ പറ്റുന്ന അവസ്ഥയാണ് പോളിഗമി എന്ന് പറയുന്നത്. അപ്പൊ ഇതിന് ഓപ്പോസിറ്റ് പോളി ആൻഡ്രി ആണ്. പോളി ആൻഡ്രി, അതായത് ഒരു സ്ത്രീക്ക് കുറെ പുരുഷന്മാരെ കല്യാണം കഴിക്കാം. പാഞ്ചാലി പോളി ആൻഡ്രി ആയിരുന്നു അല്ലെ. പക്ഷേ പാണ്ഡവരും പോളിഗമി ആയിരുന്നു. അർജുനനാണെങ്കിൽ ഒന്നിൽ കൂടുതൽ ഭാര്യമാരുണ്ടായിരുന്നല്ലോ. അതെ. അപ്പൊ പോളിഗമി എന്ന് പറയുന്ന സിസ്റ്റം ഇതോടുകൂടി അബോളിഷ് ചെയ്തു. നിങ്ങൾ ഏത് മതത്തിൽ അംഗമാണെങ്കിലും നിങ്ങൾ ഒന്നിൽ കൂടുതൽ ഭാര്യ ഉണ്ടാവാൻ പാടില്ല. അതുപോലെ തന്നെ ഇദാത്ത്, തലാഖ്, ഹലാല ഇത്തരത്തിലുള്ള പല കാര്യങ്ങളും ബാൻ ചെയ്തിട്ടുണ്ട്. എന്താണ് ഇദാത്ത്? ഇദാത്ത് ഉച്ചാരണം ഇങ്ങനെയാണെന്ന് എനിക്ക് അറിയില്ല. ഇദാത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്ത്രീ ഡിവോഴ്സ് ആയി കഴിഞ്ഞാൽ ഒരു പർട്ടിക്കുലർ കാലഘട്ടത്തിലേക്ക് അവർക്ക് പിന്നീട് പുനർവിവാഹം നടത്താൻ ഒക്കത്തില്ല. കുറെ കഴിഞ്ഞില്ല, ഒരു ഇന്റർവെൽ, അത് എത്രയോ 4 മാസം അങ്ങനെ എന്തൊരു കാലഘട്ടമുണ്ട്. ആ കാലഘട്ടത്തിന് ശേഷം മാത്രമേ ആ പെൺകുട്ടിക്ക് പുനർവിവാഹം നടത്താൻ പറ്റുള്ളൂ. ഈ സിസ്റ്റം നിരോധിച്ചു. അതുപോലെ തന്നെ തലാഖ് നേരത്തെ നിരോധിച്ചാണ്. എന്നാൽ ട്രിപ്പിൾ തലാഖ് എന്താണ്? ഇസ്ലാമിക് ലോയിൽ ഒരു ഭാര്യ ഭർത്തൃ ബന്ധം വിച്ഛേദിക്കണമെങ്കിൽ തലാഖ് 3 വർഷം ചൊല്ലിയാൽ മതി അല്ലെ. തലാഖ് 3 വർഷം. എന്റെ കിളിച്ചുണ്ടൻ മാമ്പഴ സിനിമയിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും തലാഖ് ചൊല്ലി ശ്രീനിവാസൻ ഭാര്യ ഒഴിവാക്കുന്നത്. അപ്പൊ അതിന്റെ ഭാഗമായിട്ടുള്ള മറ്റൊരു സംഭവമാണ് ഹലാല. ആ സിനിമ കണ്ടാൽ നിങ്ങൾക്ക് അറിയാം. ശ്രീനിവാസൻ അല്ല, കൊച്ചിൻ ഹനീഫ. ആ സിനിമയിൽ ഒരു സീൻ ഉണ്ടല്ലേ, കൊച്ചിൻ ഹനീഫ എന്തോ കാര്യത്തിന് തലാഖ് ചൊല്ലി കൊച്ചിൻ ഹനീഫയുടെ ഭാര്യയെ ഡിവോഴ്സ് ചെയ്യും. അപ്പോഴാണ് കൊച്ചിൻ ഹനീഫയ്ക്ക് ചെയ്ത് തെറ്റായെന്നുള്ള ബോധ്യം വരുന്നത്. പക്ഷേ ഡിവോഴ്സ് ചെയ്ത ഭാര്യയെ ഉടനെ പോയി കെട്ടാൻ ഒക്കത്തില്ല. ഈ പെൺകുട്ടിയെ വേറൊരാൾ കല്യാണം കഴിച്ചിട്ട് അയാൾ തലാഖ് ചൊല്ലി ഒഴിവാക്കണം. എന്നാൽ മാത്രമേ ആദ്യത്തെ ഭർത്താവിന് കെട്ടാൻ പറ്റത്തുള്ളൂ. ആ സീൻ ഓർമ്മയുണ്ടോ? ഭയങ്കര രസകരമായിട്ട് ആ സിനിമയിൽ കാണിച്ചിട്ടുള്ളതായിരുന്നു. ആ സിസ്റ്റത്തിന്റെ പേരാണ് ഹലാല. ഈ സിസ്റ്റംസ് എല്ലാം ഇതിന് അണ്ടറിൽ ബാൻ ചെയ്തിട്ടുണ്ടെന്നുള്ളത് അറിഞ്ഞിരിക്കാം. ഇവിടെ കല്യാണം കഴിഞ്ഞാൽ 60 ദിവസത്തിനുള്ളിൽ കമ്പൽസറി രജിസ്ട്രേഷൻ നടത്തിക്കോണം. അതാണ് അവിടുത്തെ സിസ്റ്റം. ഇതിന്റെ ഒരു ബ്യൂട്ടി എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ യൂണിഫോം സിവിൽ കോഡ് വന്നതുകൊണ്ട് തന്നെ സിവിൽ നിയമങ്ങൾ ഇപ്പൊ ഏകീകരിച്ചു കഴിഞ്ഞു. അതായത് ഒരു വ്യക്തിയുടെ പ്രോപ്പർട്ടിക്ക് ആ വ്യക്തിയുടെ മകനും മകൾക്കും ഒരേ അവകാശമാണ്. മനസ്സിലായോ? ഇപ്പം മനുസ്മൃതിയിലൊക്കെ പണ്ട് പറയുന്നത് സ്ത്രീക്ക് പ്രോപ്പർട്ടിക്ക് സ്ത്രീ സ്വാതന്ത്ര്യം മതിയല്ലേ, പ്രോപ്പർട്ടിക്ക് സ്ത്രീക്ക് വലിയ അവകാശമില്ല, വസ്തുക്കൾ വലിയ അവകാശമില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇസ്ലാമിക് ലോയിൽ എനിക്ക് തോന്നുന്നു പുരുഷന് കിട്ടുന്നതിന്റെ പകുതി പ്രോപ്പർട്ടി മാത്രം സ്ത്രീക്ക് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പല റിഗ്രസീവ് ക്രിസ്ത്യൻ ലോസിലും ഒരുവിധ എല്ലാ മതത്തിലും സ്ത്രീകൾക്ക് സ്വത്തവകാശം കൊടുക്കുന്നതിനെ ശക്തമായി എതിർത്തിട്ടുണ്ട്. പക്ഷെ ഈ നിയമം വന്നപ്പോൾ എന്താണ്? സ്ത്രീക്കും പുരുഷനും എല്ലാവർക്കും ഒരേ അവകാശമാണ്. മകന് കൊടുക്കുന്ന അതേ ക്വാണ്ടിറ്റി ഓഫ് സ്വത്ത് മകൾക്കും കൊടുത്തോണം. അതാണ് അതിന്റെ സിസ്റ്റം. ഇവിടെ ലെജിറ്റിമേറ്റ് ആൻഡ് ഇല്ലെജിറ്റിമേറ്റ് ചിൽഡ്രനും സെയിം സിസ്റ്റമാണ്. നിയമപരമായിട്ടുള്ള മക്കളാണെങ്കിലും നിയമപരമായി ലിവ് ഇൻ റിലേഷൻഷിപ്പിലെ മക്കൾ, അവരെ ഇവ ലെജിറ്റിമേറ്റ് ചൈൽഡ് ആയിട്ടാണ് കണക്കാക്കുന്നത്. നല്ലൊരു കാര്യമാണ്. അല്ലെങ്കിൽ അവരെ ദേ വിൽ ബി ട്രീറ്റഡ് ആസ് ബാസ്റ്റേർഡ്സ് ഇൻ ഔട്ട് ലോസ് അല്ലെ. പണ്ടത്തെ സിസ്റ്റം അനുസരിച്ചിട്ട് ഒരു സ്ത്രീയും പുരുഷനും അവര് വിവാഹിതരല്ലെങ്കിൽ അവർക്കുണ്ടാവുന്ന മക്കൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇല്ലെജിറ്റിമേറ്റ് ചിൽഡ്രൻ ആണ്. അവര് ഭയങ്കരമായിട്ട് സമൂഹം അവർ ഒറ്റപ്പെടുത്തിയിരുന്നു. അവർക്ക് സ്വത്തിൽ അവകാശമില്ല, ഒരു കാര്യത്തിൽ അവകാശമില്ല. പക്ഷെ ഇന്ന് എന്തുകൊണ്ട് അത്തരത്തിലുള്ള മക്കൾക്ക് പോലും നിയമപരമായ അവകാശമുണ്ട്. ഇതേ അവകാശം ദത്തെടുത്ത പിള്ളേർക്കും അല്ലെങ്കിൽ സറഗസി, അതുപോലെ തന്നെ അസിസ്റ്റഡ് റീപ്രൊഡക്റ്റീവ് ടെക്നോളജി അല്ലെ, IVR പോലെയുള്ള അല്ലെങ്കിൽ സറഗസി പോലുള്ള അസിസ്റ്റഡ് റീപ്രൊഡക്റ്റീവ് ടെക്നോളജി വഴി ജനിച്ച കുട്ടികൾക്കും എല്ലാ സ്വത്തുക്കൾക്കും മുകളിൽ അവകാശം കിട്ടും. അപ്പൊ അവരെ മാറ്റി നിർത്തുന്ന പരിപാടി ഇത് നടക്കത്തില്ല. ഒരു ഹ്യൂമൻ റൈറ്റ് അല്ലെങ്കിൽ മനുഷ്യാവകാശ പരിപ്രേക്ഷ്യത്തിൽ നോക്കുമ്പോൾ ഇത് വളരെ നല്ലൊരു കാര്യമായിട്ടാണ് എൻ്റെ അഭിപ്രായം. ഓക്കെ, പക്ഷെ ഇതിന് പല ലിമിറ്റേഷൻസും ഉണ്ട്. അപ്പൊ ഇവിടെ നമ്മൾ കറണ്ട് അഫയേഴ്സ് പെർസ്പെക്റ്റീവുള്ള കാര്യങ്ങൾ കണ്ടു. ഇനി കോൺസ്റ്റിറ്റ്യൂഷണൽ ഡയമെൻഷനിൽ
യൂണിഫോം സിവിൽ കോഡിൽ നിന്ന് എന്താണ് പഠിക്കേണ്ടത് നമുക്ക് നോക്കാം. കോൺസ്റ്റിറ്റ്യൂഷണൽ ഡയമെൻഷനിൽ കാര്യം ഭയങ്കര വെയിറ്റേജ് ആണ് ഇപ്പം കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന സബ്ജക്ട് വരുന്നത് അല്ലേ. ഒന്നാമതായി നിങ്ങളുടെ പഠിക്കേണ്ടത് പേഴ്സണൽ ലോ അല്ലെ, വ്യക്തി നിയമം. അതായത് വ്യക്തി നിയമം എന്ന് പറയുമ്പോൾ വ്യക്തിയുടെ കല്യാണം, ഡിവോഴ്സ്, അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ, ഇൻഹെറിറ്റൻസ്, അഡോപ്ഷൻ, അതൊക്കെ വ്യക്തി നിയമങ്ങൾ, സിവിൽ നിയമങ്ങളാണ് പ്രധാനമായിട്ട് വരിക. ഇത് യൂണിയൻ ലിസ്റ്റിലാണോ സ്റ്റേറ്റ് ലിസ്റ്റിലാണോ കൺകറന്റ് ലിസ്റ്റിലാണോ വരുന്നതെന്നായിരിക്കും ചോദ്യങ്ങൾ വരിക. നിങ്ങൾ അത് പഠിച്ചിട്ടില്ലെങ്കിൽ പോലും കോമൺ സെൻസ് വെച്ച് ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇപ്പോൾ യൂണിഫോം സിവിൽ കോഡ് പാസ്സാക്കിയത് ഉത്തരാഖണ്ഡാണ്, ഒരു സംസ്ഥാനമാണ് അത് പാസ്സാക്കിയത്. അപ്പൊ എന്തായാലും സംസ്ഥാനത്തിന് അവിടെ നിയമം പാസ്സാക്കാനുള്ള അവകാശമുണ്ട്. അതിനർത്ഥം ഇതെന്തായാലും യൂണിയൻ ലിസ്റ്റ് അല്ല എന്നുള്ളതാണ്. ഒന്നുകിൽ കൺകറന്റ് ലിസ്റ്റ് ആയിരിക്കും അല്ലെങ്കിൽ സ്റ്റേറ്റ് ലിസ്റ്റ് ആയിരിക്കും. പക്ഷെ ഇത് കൺകറന്റ് ലിസ്റ്റ് ആണെന്നുള്ള കാര്യം പഠിച്ചിരിക്കുക. കൺകറന്റ് ലിസ്റ്റ് ഇവിടെ പത്രങ്ങളിലൊക്കെ വന്ന മറ്റൊരു പ്രധാനപ്പെട്ട ആർട്ടിക്കിൾ ആണ് ആർട്ടിക്കിൾ 201. എങ്ങനെയായിരുന്നു പത്രവാർത്ത ഒന്ന് ഓർത്ത് നോക്കിയേ. ആർട്ടിക്കിൾ 201 അനുസരിച്ച് പ്രസിഡന്റ് ഈ ഉത്തരാഖണ്ഡിലെ ഏകീകൃത സിവിൽ നിയമത്തിന് അംഗീകാരം കൊടുത്തു എന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ ഒപ്പിട്ടു, ബില്ല് ഒപ്പിട്ട നിയമമാക്കി. അതെങ്ങനെ ശരിയാവും? ഒരു സംസ്ഥാന ബില്ല് ഗവർണർ അല്ലേ ഒപ്പിടേണ്ടത്? ഒരു സംസ്ഥാനത്തിന് ബില്ല് വരുന്നു, നിയമസഭ പാസ്സാക്കുന്നു, ഗവർണർ അല്ലേ അത് ഒപ്പിട്ട് നിയമമാക്കേണ്ടത്? എല്ലാ കേസിലും അങ്ങനെ അല്ല കേട്ടോ. ചില കേസിൽ ഗവർണർ എന്ത് ചെയ്യുമെന്ന് അറിയോ? ആ ബില്ല് പ്രസിഡന്റിന് റെഫർ ചെയ്യും. ആ ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 201. ആർട്ടിക്കിൾ 201ന്റെ അടിസ്ഥാനത്തിൽ ഇത്രത്തോളം പ്രധാനപ്പെട്ട ബില്ലുകൾ കൈ കിട്ടുകയാണെങ്കിൽ ഗവർണർ എന്ത് ചെയ്യുമെന്ന് അറിയോ? ഗവർണർ അത് പ്രസിഡന്റിന് റെഫർ ചെയ്യും. പ്രസിഡന്റ് ആണ് പിന്നെ ഇത് വായിച്ചു നോക്കിയിട്ട് ഒന്നുകിൽ അസെൻഡ് ചെയ്യും, മണി ബിൽ അല്ലെന്നുണ്ടെങ്കിൽ റിട്ടേൺ ചെയ്യും. പല പല ക്രൈറ്റീരിയസ് ആണ് തരുന്നുണ്ട്. അങ്ങനെ പ്രസിഡന്റ് ആണ് ഉത്തരാഖണ്ഡ് എന്ന സംസ്ഥാനത്തിന് ഈ ബില്ലിൽ ഒപ്പിട്ടിട്ടുള്ളത്. ആ ആർട്ടിക്കിൾ 201 ആണെന്നുള്ള കാര്യം അറിഞ്ഞിരിക്കുക. ഇവിടെ മറ്റൊരു പ്രധാനപ്പെട്ട ആർട്ടിക്കിൾ 25 ആണ് അല്ലെ. ഈ യൂണിഫോം സിവിൽ കോഡിന്റെ ഒരു ഇഷ്യൂ അല്ലെങ്കിൽ അതിന്റെ ഒരു വിമർശനം എന്നുള്ള രീതിയിൽ നമ്മൾ നോക്കിക്കാണുന്നത് ആർട്ടിക്കിൾ 25 ആണ്. കാര്യം ആർട്ടിക്കിൾ 25 മതസ്വാതന്ത്ര്യത്തിനെ പറ്റി പറയുന്നുണ്ടല്ലേ, ഫ്രീഡം ഓഫ് കോൺഷ്യൻസ് ഓഫ് റിലീജിയൻ. നമുക്ക് ഇഷ്ടമുള്ള മതത്തിൽ, അതിന്റെ ആചാരത്തിൽ, അതിന്റെ ഹെറിറ്റേജിൽ വിശ്വസിക്കാനുള്ള അവകാശം ഓരോ പൗരനും ഉണ്ട്. അതുകൊണ്ട് യൂണിഫോം സിവിൽ കോഡ് വന്നു കഴിഞ്ഞാൽ ഒരു വ്യക്തിയുടെ മതസ്വാതന്ത്ര്യത്തെ ഹനിക്കുകയാണെന്നുള്ള അഭിപ്രായം ഇവിടെ പലയിടത്തും വന്നിട്ടുണ്ട്. ഈവൻ ലോ കമ്മീഷൻ പോലും പറഞ്ഞത് നമുക്ക് ഉടനെ യൂണിഫോം സിവിൽ കോഡ് ഒന്നും കൊണ്ടുവരണ്ട, പെതുക്കൊക്കെ കൊണ്ടുവന്നോ എന്നാണ് ലോ കമ്മീഷൻ പോലും പറഞ്ഞത്. കാര്യം മതവികാരം വ്രണപ്പെടാനുള്ള സാധ്യതയുള്ളതുകൊണ്ട്. അതുകൊണ്ട് ആർട്ടിക്കിൾ 25 നോർത്തിരിക്കുക. 26, 27, 28, 30 റിലീജിയസ് ഫ്രീഡത്തിന്റെ ആർട്ടിക്കിൾസ് മൊത്തം ഒന്ന് പരീക്ഷയ്ക്ക് നമുക്ക് വായിച്ചിട്ട് പോവാം. നമുക്കിവിടെ PSC സ്ഥിരമായി ചോദിക്കുന്ന ഒരു ചോദ്യം ഉണ്ട്. എന്താ? ദേവഭൂമി എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഇത്. അത് ഉത്തരാഖണ്ഡാണ് അല്ലെ. ദേവഭൂമി എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഉത്തരാഖണ്ഡാണ്. റൈറ്റ്. അപ്പൊ ഇത്രയും ഫാക്ടുകൾ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചോളൂ. നമുക്ക് ഇനി ഇവിടുന്ന് റാങ്ക് മേക്കിംഗ് ആയിട്ട് വരാൻ സാധ്യതയുള്ളത് 2 സെക്ഷൻസ് ആണ്. ഒന്നെന്ന് പറയുന്നത് ഈ ഒരു മേഖലയെ സംബന്ധിച്ചിട്ടുള്ള സുപ്രീം കോടതിയുടെ ജഡ്ജിമെന്റ്സ്. രണ്ടാമത്തെ കാര്യം ഇതിന്റെ ചരിത്രപരമായിട്ടുള്ള പശ്ചാത്തലം. നമ്മൾ ഇത് ഡൽഹൌസി വരുന്നുണ്ട്, ലെക്സ് ലോക്കി ആക്ട് വരുന്നുണ്ട്, ലോർഡ് കാനൻ വരുന്നുണ്ട്. ഇവരൊക്കെ PSCക്ക് ഇഷ്ടമുള്ള ആൾക്കാരാണ്. അപ്പൊ ഇതിന്റെ ചരിത്രം പറയുമ്പോൾ നമുക്ക് അവരെ പറ്റി പറയേണ്ടി വരും. അപ്പൊ ഈ 2 കാര്യങ്ങളൊന്ന് ഡിസ്കസ് ചെയ്തിട്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. അപ്പൊ ആദ്യമായി നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടത് എന്താണ്? ഈ കേസിനെ സംബന്ധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ജഡ്ജിമെന്റ്, ഏറ്റവും ഫേമസ് ജഡ്ജിമെന്റിൽ ഒന്ന് സരള മുഡ്ഗൽ കേസാണ് കേട്ടോ. സരള മുഡ്ഗൽ കേസ്. നിങ്ങളിതൊന്നും വിശാലമായിട്ടൊന്നും പഠിക്കേണ്ട, നിങ്ങൾ ഇത്രയും പഠിച്ചാൽ മതി. സരള മുഡ്ഗൽ കേസ് എന്തുമായി ബന്ധപ്പെട്ടതാണെന്നുള്ള ചോദ്യം വന്നു കഴിഞ്ഞാൽ യൂണിഫോം സിവിൽ കോഡുമായി ബന്ധപ്പെട്ടതാണ്. കാരണം ഈ കേസിലാണ് സുപ്രീം കോടതി പറയുന്നത് യൂണിഫോം സിവിൽ കോഡ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, അത് ഭാരതത്തിൽ ഇംപ്ലിമെന്റ് ചെയ്യേണ്ടുന്ന ഒരു കാര്യമാണ് സുപ്രീം കോടതി അഭിപ്രായപ്പെട്ടത് സരള മുഡ്ഗൽ കേസിലാണ്. അതുപോലെ തന്നെ PSCയിലും UPSCയിലും അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ പരീക്ഷകളിലൊക്കെ സ്ഥിരമായിട്ട് വരുന്നൊരു കേസുണ്ട്, ലില്ലി തോമസ് കേസ്. ലില്ലി തോമസ് കേസ്. അന്ന് ലില്ലി തോമസ് കേസ് ചോദിച്ചുകൊണ്ടിരുന്നത് ഏത് കോണ്ടെക്സ്റ്റിലാണെന്നറിയോ? അതായത് ഒരു പണ്ട് ഈ RP ആണല്ലോ, റെപ്രസെന്റേഷൻ ഓഫ് പീപ്പിൾസ് ആക്ട്, RP 1951. ഒരു വ്യക്തി, ഒരു MLAയോ MPയോ, ഒരു ഇലക്ടഡ് റെപ്രസെന്റേറ്റീവ്, ഇയാള് ഏതെങ്കിലും ഒരു കേസിൽ ശിക്ഷിക്കപ്പെട്ട് 2 കൊല്ലത്തിൽ കൂടുതൽ ജയിലിൽ കിടക്കേണ്ട സിറ്റുവേഷൻ വരികയാണെങ്കിൽ ഇയാൾക്ക് അയാളുടെ സ്ഥാനം MLA അല്ലെങ്കിൽ MP എന്നുള്ള സ്ഥാനം നഷ്ടപ്പെടും. ഈ ചരിത്രപരമായ ജഡ്ജിമെന്റ് കൊണ്ടുവന്നത് ലില്ലി തോമസ് കേസിലാണ്. അതുകൊണ്ട് ഈ കേസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇന്ന് അല്ലെങ്കിൽ നാളെ PSC ഈ കേസ് ചോദിച്ചിരിക്കും. ഈ കേസിൽ തന്നെ അപ്പൊ ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ 2 കൊല്ലത്തിൽ കൂടുതൽ ശിക്ഷിക്കപ്പെട്ട ആൾ അല്ലെങ്കിൽ MP ആവാൻ അല്ലെങ്കിൽ MLA ആവാൻ യോഗ്യനല്ല എന്ന് സുപ്രീം കോടതി വിധിച്ച കേസാണത്. പക്ഷേ യൂണിഫോം സിവിൽ കോഡിനെ പറ്റി ഈ കേസിൽ പരാമർശിച്ചിട്ടുണ്ട്. യൂണിഫോം സിവിൽ കോഡ് അല്ലെങ്കിൽ സക്സഷൻ അല്ലെ,
സക്സഷന്റെ കാര്യത്തിൽ യൂണിഫോം സിവിൽ കോഡ് വളരെ പ്രാധാന്യം അർഹിക്കുന്നതാണ് എന്ന് സുപ്രീം കോടതി നിരീക്ഷിച്ചതും ഇതേ കേസിലാണെന്നുള്ളത് ഓർത്തിരിക്കുക. റൈറ്റ്, ക്ലിയർ ആണല്ലോ. ഇനി നമുക്ക് ഇതിന്റെ ചരിത്രപരമായ പശ്ചാത്തലം ഒന്ന് പഠിക്കാം. ഇതൊക്കെ ഓൾറെഡി PSC അത്യാവശ്യം പഠിച്ചിട്ടുള്ള ആൾക്ക് ഇതൊക്കെ പഠിച്ചിട്ടുള്ളതായിരിക്കും. പക്ഷെ ഈ കാര്യങ്ങൾക്ക് എന്താണ് യൂണിഫോം സിവിൽ കോഡുമായിട്ടുള്ള ബന്ധം എന്നൊന്നും അറിഞ്ഞിരിക്കണമല്ലോ. നമുക്കതൊന്ന് നോക്കാം. എന്തുകൊണ്ടായിരിക്കാം ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ യൂണിഫോം സിവിൽ കോഡ് ഇംപ്ലിമെന്റ് ചെയ്യാതിരുന്നത്? ബ്രിട്ടീഷുകാർക്ക് മതത്തിനെ തൊടാൻ പേടിയായിരുന്നു. സംഭവം ഇത്രയേ ഉള്ളൂ. നമുക്കറിയാം 1857 റിവോൾട്ട്. ഇന്ത്യയിൽ ബ്രിട്ടീഷുകാരുടെ അടിത്തള ഇളക്കിയ ശിപ്പായി ലഹള എന്നൊക്കെ ബ്രിട്ടീഷുകാർ പുച്ഛത്തോടെ വിളിക്കുകയും നമ്മൾ ഒന്നാം സ്വാതന്ത്ര്യ സമരവും നമ്മൾ അഭിമാനത്തോടു കൂടി പറയുകയും ചെയ്യുന്ന ചരിത്ര സംഭവമാണ് 1857 റിവോൾട്ട്. ഇത്രയും ഒരു യുദ്ധസമാനമായ സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടത് തന്നെ ബ്രിട്ടീഷുകാരുടെ മത നിയമങ്ങൾ അല്ലെങ്കിൽ മത നയമായിരുന്നു. ബ്രിട്ടീഷുകാർ വന്നിട്ട് ഹിന്ദുക്കളുടെ മത നിയമത്തിൽ അല്ലെങ്കിൽ മുസ്ലിങ്ങളുടെ മത നിയമത്തിൽ അനാവശ്യമായി കൈകടത്തി. നമുക്കറിയാം ഈ പിഗ് ഫാറ്റ് അല്ലെങ്കിൽ കൗ ഫാറ്റ് ഒക്കെ എങ്ങനെയാണ് അതിനെ ഇൻഫ്ലുവൻസ് ചെയ്ത് നമുക്കറിയാം. അപ്പം മതത്തിൽ തൊട്ട് കളിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയിൽ മതവികാരം ഋണപ്പെടും. നിങ്ങൾ മനസ്സിലാക്കി ഇതിന്റെയൊക്കെ കോണ്ടെക്സ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രിട്ടീഷുകാർ ചെയ്യുന്ന നല്ലൊരു കാര്യമാണ് സതി നിരോധിച്ചു. അതുപോലെ അന്നത്തെ ഓർത്തഡോക്സ് ഹിന്ദുസിന് ഇഷ്ടപ്പെട്ടില്ല. അപ്പൊ അതും ഈ 1857 റിവോൾട്ടിന്റെ കാരണമായിട്ട് പറയുന്നുണ്ട്. ഇതിനകത്ത് പൂർണ്ണമായും നമ്മുടെ ഭാഗത്ത് ന്യായമുണ്ടെന്നൊന്നും പറയാൻ പറ്റത്തില്ല. കാര്യം മതങ്ങൾ എപ്പോഴും സ്ത്രീകളെ സൈഡ് ലൈൻ ചെയ്യണം അല്ലെങ്കിൽ റിസീവിംഗ് എൻഡിൽ നിർത്താനാണ് ശ്രമിച്ചിട്ടുള്ളത്. ബ്രിട്ടീഷുകാർ ഒരു പരിധി വരെയൊക്കെ അതിനെ ഓവർകം ചെയ്യാൻ ശ്രമിച്ചിരുന്നു. അപ്പോഴാണ് ഈ റിവോൾട്ട് പൊട്ടിപ്പുറപ്പെടുന്നത്. ഈ റിവോൾട്ടിന് കുറേയൊക്കെ നമ്മുടെ ഭാഗത്ത് ന്യായമുണ്ട്, ചില കാര്യത്തിൽ നമ്മുടെ ഭാഗത്ത് ന്യായമില്ല. അത് നമ്മൾ തുറന്ന് സമ്മതിക്കേണ്ട ഒരു കാര്യമാണ്. ഉദാഹരണമാണ് ഈ കാര്യങ്ങൾ. അപ്പൊ അതോടുകൂടി ബ്രിട്ടീഷുകാർ ഒരു കാര്യം മനസ്സിലായി, ഇനി ഇവന്മാരുടെ മതത്തിൽ തൊട്ട് കളിച്ചു കഴിഞ്ഞാൽ പണിയാണ്. ബ്രിട്ടീഷുകാർ ഇവിടെ വന്നിട്ടുള്ളത് നമ്മളെ ചൂഷണം ചെയ്യാനും നമ്മുടെ പൈസ അടിച്ച് മാറ്റാനുമാണ്. അതൊക്കെ ചെയ്താൽ പോരെ, എന്തിനാ വെറുതെ മതത്തിനൊക്കെ നവീകരിച്ച് ഇവരുടെ ശത്രുത വാങ്ങിച്ചു കിട്ടുന്നത്? അതുകൊണ്ട് തന്നെ 1857 റിവോൾട്ടിന് ശേഷം ബ്രിട്ടീഷുകാർ മതത്തിന്റെ കാര്യത്തിൽ അധികം ഇടപെടാറില്ല. അതുകൊണ്ടാണ് 1857 ശേഷം നമുക്കറിയാം ലോർഡ് കാനൻ പ്രഭുവിന്റെ സമയത്ത് നടന്നൊരു വലിയൊരു സംഭവമാണ് ക്വീൻസ് പ്രൊക്ലമേഷൻ ഓഫ് 1859. ഇതാണ് മാഗ്ന കാർട്ട ഓഫ് ഇന്ത്യൻ പീപ്പിൾ. ഇന്ത്യൻ ജനതയുടെ മാഗ്ന കാർട്ട എന്ന് വിളിക്കുന്നത് ഇതിനെയാണ്. ഇതിനകത്താണ് ബ്രിട്ടീഷ് രാജ്ഞി തന്നെ നേരിട്ട് പറയുന്നുണ്ട്, ഇന്ത്യയിൽ മതത്തിന്റെ കാര്യത്തിൽ നിങ്ങൾ അനാവശ്യമായി ഇടപെടില്ല എന്ന് പറയുന്നുണ്ട്. കാര്യം ശ്രദ്ധിച്ചാൽ ഈ സതി നിരോധനോ അല്ലെങ്കിൽ പോളിയാൻട്രി അല്ലെങ്കിൽ പൊളിഗമി നിരോധനോ ഒക്കെ നടത്തിയത് 1850 മുമ്പാണ്. അതിനുശേഷം ബ്രിട്ടീഷുകാർ കാര്യമായി മതത്തിന്റെ കാര്യത്തിൽ ഇടപെട്ടിട്ടില്ല. മതത്തെ തൊട്ട സീനാണ്. അപ്പൊ അതാണ് ഇതിന്റെ ഒരു കോണ്ടെക്സ്റ്റ്, യൂണിഫോം സിവിൽ കോഡ് അതിലുള്ള കോണ്ടെക്സ്റ്റ്. യൂണിഫോം സിവിൽ കോഡ് ഇംപ്ലിമെന്റ് ചെയ്യാൻ ബ്രിട്ടീഷുകാർ പോലും ഭയപ്പെട്ടിരുന്നു. അതാണ് ഇപ്പോൾ ഉത്തരാഖണ്ഡിൽ ഇംപ്ലിമെന്റഡ് ആയിട്ടുള്ളത്. ഇവിടെ പണ്ട് PSC ചോദിച്ചിരുന്നൊരു ചോദ്യമുണ്ട്, ലെക്സ് ലോക്കി റിപ്പോർട്ട് എന്താണ്? അല്ലെങ്കിൽ ഏത് ഗവർണർ ജനറലിന്റെ സമയത്താണ് ലെക്സ് ലോക്കി റിപ്പോർട്ട് അല്ലെങ്കിൽ ലെക്സ് ലോക്കി ആക്ട് ഒക്കെ പാസ്സാവുന്നത് എന്നുള്ള ചോദ്യമുണ്ട്. ലോർഡ് ഡൽഹൌസിയുടെ സമയത്താണ് അല്ലെ. അതായത് ആ കാലഘട്ടത്തിൽ ഈ മതപരിവർത്തനം നടത്തുമല്ലോ, ക്രിസ്ത്യൻ മിഷണറീസ് വന്നിട്ട് ഹിന്ദുക്കളെ മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനിറ്റിയിലേക്ക് പരിവർത്തനം ചെയ്യും, ജീസസിന്റെ മെസ്സേജ് ഒക്കെ പ്രചരിപ്പിച്ചിട്ട്. അങ്ങനെ ഹിന്ദു മതത്തിൽ നിന്നും ക്രിസ്ത്യൻ മതത്തിലേക്ക് പോയിട്ടുള്ള ആൾക്കാർ അല്ലെങ്കിൽ മറ്റു മതത്തിൽ നിന്നും ക്രിസ്ത്യൻ മതത്തിലേക്ക് പോയിട്ടുള്ള ആൾക്കാരെ വീട്ടുകാരൊക്കെ ഉപേക്ഷിക്കുക, അവർക്ക് സ്വത്തിന്റെ ഒന്നും ഭാഗം കൊടുക്കത്തില്ല. ഇതിന് തടയിടുന്ന നിയമമാണ് ലെക്സ് ലോക്കി റിപ്പോർട്ട്. ഇതിന്റെ അണ്ടറിൽ ഒരാൾ ക്രിസ്തു മതം സ്വീകരിച്ചാലും അയാൾക്ക് അയാളുടെ ആൻസിസ്റ്റർ പ്രോപ്പർട്ടി, അവരുടെ പരമ്പരാഗതമായിട്ടുള്ള സ്വത്തിൽ അവകാശം കാണും. ആ നിയമം ഈ ഹിന്ദുക്കളുടെ മുസ്ലിങ്ങളൊക്കെ ഭയങ്കരമായിട്ട് അവരുടെ മതവികാരത്തിൽ വ്രണപ്പെടുത്തി. ഇതിനെ മറ്റൊരു പേരാണ് റിലീജിയസ് ഡിസബിലിറ്റീസ് ആക്ട് അല്ലെ. ലോർഡ് കാനൻ ആണ് ഇത് കൊണ്ടുവരുന്നത്. സോറി, ഡൽഹൌസിയാണ് ഇത് കൊണ്ടുവരുന്നത്. അപ്പോ ഈ ലെക്സ് ലോക്കി റിപ്പോർട്ടൊക്കെ സ്ഥിരമായി PSC ചോദിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഡൽഹൌസിയുടെ കോണ്ടെക്സ്റ്റ് ഓർത്തിരിക്കുക. ഇതാണ് അതിന്റെ ചരിത്രപരമായിട്ടുള്ള പശ്ചാത്തലം. എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത്, നിങ്ങളുടെ അഭിപ്രായം എന്താണ്? യൂണിഫോം സിവിൽ കോഡ് ഇന്ത്യ മുഴുവൻ നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്തൊക്കെ മുൻകരുതലുകളാണ് എടുക്കേണ്ടത്? അതല്ല, യൂണിഫോം സിവിൽ കോഡ് ഇംപ്ലിമെന്റ് ചെയ്യേണ്ടെന്നാണ് നിങ്ങളുടെ അഭിപ്രായമെങ്കിൽ നിങ്ങൾക്ക് അതും കമന്റ് സെക്ഷനിൽ പറയാം. ഇന്ന് നമ്മൾ ഈ ഒരു ഫാക്റ്റുകൾ മാത്രമാണ് ഡിസ്കസ് ചെയ്തത്. ഇതിന്റെ അനലിറ്റിക്കൽ ഡയമെൻഷൻ വേണമെങ്കിൽ നമുക്ക് മറ്റൊരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. സോ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് അല്ലെങ്കിൽ സബ് ഇൻസ്പെക്ടർ അടക്കമുള്ള ഡിഗ്രി ലെവൽ പരീക്ഷയ്ക്ക് നിങ്ങൾ തയ്യാറെടുക്കുകയാണെങ്കിൽ 10th +2 എക്സാംസിനും നിങ്ങൾ അതിന്റെ കൂടെ തന്നെ തയ്യാറെടുക്കുക. അതിനൊക്കെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന ബാച്ചസ് ഞങ്ങളുടെ കയ്യിലുണ്ട്. അഫോർഡബിൾ ഫീസിൽ നിങ്ങൾക്ക് ഞങ്ങളുടെ ബാച്ചസിലേക്ക് വരേണ്ട ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക കേട്ടോ. കമന്റ് സെക്ഷനിൽ നമ്പർ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ടെലിഗ്രാം ഫാമിലി അംഗങ്ങളാവുക. ഈ നോട്ട്സ് അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്ത് കൃത്യമായി തന്നെ പഠിക്കാം. ഓക്കെ,
ഓൾ ദി ബെസ്റ്റ്, ടേക്ക് കെയർ.